നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക്. സംസ്ഥാനത്തെ സ്ത്രീകൾക്ക് 1000 രൂപ പ്രതിമാസ പെൻഷൻ നൽകുന്ന പദ്ധതിയിലേക്കുള്ള അപേക്ഷകൾ ആരംഭിച്ചു. കേരള സർക്കാരിന്റെ സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ഗുണഭോക്താക്കളാകുന്നതിന് വേണ്ടിയുള്ള അപേക്ഷ ഇപ്പോൾ സ്വീകരിച്ചു തുടങ്ങിയിരിക്കുകയാണ്. സംസ്ഥാനത്തെ സ്ത്രീകളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച സ്ത്രീ സുരക്ഷാ പദ്ധതിയിലൂടെയാണ് 1000 രൂപ വീതം പ്രതിമാസം ലഭിക്കുക. അപേക്ഷകൾ ഡിസംബർ 22 മുതൽ സ്വീകരിച്ചു തുടങ്ങുമെന്നാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ അറിയിച്ചിട്ടുള്ളത്. KSMART.LSG-Kerala.Government.in എന്ന വെബ്സൈറ്റ് മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർക്കാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. ഇതിനായി തദ്ദേശ വാർഡ് മെമ്പർമാരെ സമീപിച്ച് സഹായം തേടാവുന്നതാണ്. ഇല്ല എങ്കിൽ പഞ്ചായത്തിൽ നേരിട്ട് ചെന്നും ആവശ്യപ്പെടാവുന്നതാണ്. ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഈ ഒരു തുക നേരിട്ട് എത്തിച്ചേരും. മറ്റ് ക്ഷേമ പദ്ധതികളിൽ ചേരാത്തവരും അന്ത്യോദയ അന്ന യോജന, അതായത് മഞ്ഞ റേഷൻ കാർഡ് അല്ലെങ്കിൽ മുൻഗണനാ വിഭാഗത്തിൽ വരുന്ന പിങ്ക് റേഷൻ കാർഡ്, ഇവയിൽ ഉൾപ്പെടുന്നവരുമായിട്ടുള്ള 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കാണ് ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കുവാനുള്ള അർഹതയുള്ളത്. ഈ വിഭാഗത്തിൽ വരുന്ന ട്രാൻസ് സ്ത്രീകൾക്കും അപേക്ഷകൾ നൽകാവുന്നതാണ്. അപേക്ഷകർ അവരുടെ യോഗ്യത സ്ഥിരീകരിക്കുന്ന സത്യവാങ്മൂലം കൂടി സമർപ്പിക്കണം. അപേക്ഷകർ കേരളത്തിലെ സ്ഥിര താമസക്കാരായിരിക്കണം. വിധവ, അവിവാഹിത, വികലാംഗ, സാമൂഹിക ക്ഷേമ, സർവീസ്, കുടുംബ പെൻഷൻ അല്ലെങ്കിൽ ക്ഷേമ ബോർഡ് പെൻഷനുകൾ, ഇനി അതുമല്ലെങ്കിൽ EPF പെൻഷൻ എന്നിവ ഇതിനകം സ്വീകരിക്കുന്ന വ്യക്തികൾ ആയിരിക്കരുത്. കേരളത്തിന് പുറത്തേക്ക് പോവുകയോ ഏതെങ്കിലും കേന്ദ്ര സംസ്ഥാന സ്വയംഭരണ അല്ലെങ്കിൽ ഗ്രാന്റ് ഇൻ എയ്ഡ് സ്ഥാപനത്തിലോ പദ്ധതിയിലോ സ്ഥിരമായോ താൽക്കാലികമായോ ജോലി നേടുകയോ ചെയ്യുന്ന ഗുണഭോക്താക്കൾക്ക് യോഗ്യത നഷ്ടപ്പെടും. എന്നിരുന്നാലും സ്വകാര്യ സ്ഥാപനങ്ങളിലെ തൊഴിൽ അപേക്ഷകരെ അയോഗ്യരാക്കുകയില്ല. റേഷൻ കാർഡുകൾ നീല, വെള്ള നിറമായി തരം മാറ്റപ്പെട്ടാലും പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു യോഗ്യത നഷ്ടപ്പെടുന്നതാണ്. 1 മാസത്തിൽ കൂടുതൽ റിമാൻഡ് ചെയ്തതോ ജയിലിൽ കഴിയുന്നതോ ആയവർക്കും യോഗ്യത നഷ്ടപ്പെടും. അപേക്ഷകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർക്ക് നൽകാവുന്നതാണ്. അടുത്തതായി പങ്കുവെക്കുന്ന മറ്റൊരു സന്തോഷകരമായിട്ടുള്ള അറിയിപ്പ്, സംസ്ഥാനത്തെ വെള്ള, നീല റേഷൻ കാർഡ് ഉടമകൾക്കും ജനുവരി മുതൽ ഗോതമ്പ് ലഭിച്ചു തുടങ്ങുമെന്നുള്ള അറിയിപ്പാണ് ലഭിച്ചിട്ടുള്ളത്. ജനുവരി 1 വരെയാണ് സംസ്ഥാനത്ത് സപ്ലൈകോ ക്രിസ്മസ് പുതുവത്സര ഫെയറുകൾ നടക്കുക എന്നുള്ളൊരു കാര്യം പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം. ഈ ഒരു ഫെയറുകളിൽ നിരവധി സബ്സിഡി ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നതാണ്. ഫെയറുകളിൽ കിലോഗ്രാമിന് 25 രൂപ നിരക്കിൽ 20 കിലോ അരി ലഭിക്കും. 500 രൂപയ്ക്ക് മുകളിൽ സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങിയാൽ 1 കിലോ ശബരി ഉപ്പിന് 1 രൂപ മാത്രം നൽകിയാൽ മതിയാകും. കൂടാതെ 12 ഉൽപ്പന്നങ്ങൾ അടങ്ങിയ പ്രത്യേക തരം ഭക്ഷ്യ കിറ്റും വിതരണത്തിനുണ്ട്. 500 രൂപയാണ് കിറ്റിന്റെ വില. പഞ്ചസാര, തേയില, അതുപോലെ തന്നെ പായസം മിക്സ്, ശബരി, അപ്പം പൊടി, മസാലകൾ എന്നിവ അടങ്ങിയ 667 രൂപയുടെ 12 ഇന ഭക്ഷ്യ കിറ്റാണ് 500 രൂപയ്ക്ക് ലഭിക്കുക.